തുടങ്ങിക്കോ കേട്ടോ. ചോദ്യങ്ങളോ? ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു Q&A ആണ് ഇല്ലേ മുന്നേ? അതെ. അപ്പൊ കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിക്കണ്. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോ കിടക്കല്ലേ? ഓക്കെ, Q&A കേട്ടോ. എത്ര ഉണ്ട്? 10 ക്വസ്റ്റ്യനോ? 10 ക്വസ്റ്റ്യനാണ് എടുത്തത്. കഥയാണത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ ഓരോരുത്തരും ചോദിച്ചണ സെപ്പറേറ്റ് എടുത്താണ് ചോദിക്കണാണ്. അപ്പൊ അതുകൊണ്ട് മാത്രല്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചോദ്യത്തിൽ കിടക്കാം. ഫസ്റ്റ് ചോദ്യം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് മറ്റേ പറഞ്ഞോളി. വണ്ടി ബ്രേക്ക് കുടിച്ചോ? അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ചോദ്യത്തിൽ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മുന്നേ പറഞ്ഞോളൂ. ആദ്യം ഉണ്ട് പറഞ്ഞു. എന്റെ വീട്ടില് ഞാന്, ഉമ്മ, അപ്പ, അനിയത്തി. ഇപ്പൊ ഗൾഫിലാണ്. പിന്നെ അനിയത്തിനെ കെട്ടിച്ചിട്ടുണ്ട്. ഞങ്ങളെ നാട്ടിൽ തന്നെയാണ്. അതിനുള്ളൂ. പിന്നെ നിങ്ങളത് പിന്നെ അറിയപ്പലത്തെ അറിയാം. പിന്നെ നിങ്ങൾക്ക് അറിയാലോ. ഇനി അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇബന്, അത് ഞങ്ങളെ ഏട്ടനനിയന്മാരാണ്. പിന്നെ ഇമ്മ ഇമ്മമ്മ, ഞങ്ങൾ ഇങ്ങനെയാണ്. കുഴപ്പമില്ല. പിന്നെ വരുന്നത്, നിങ്ങൾക്കൊക്കെ എത്ര എന്താ ജോലി? ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ചാ ഇബന്റെ ഇത്താണ്. അതാണ് നിങ്ങൾക്കൊക്കെ എന്താ ജോലി? ജോലി എന്ന് പറയാനായിട്ട് ഞങ്ങളെല്ലാരും ആദ്യം മൈജിയിലാണ്. എടക്കര മൈജിയിലാണ് ഞങ്ങൾ ആദ്യം എല്ലാരും ഉണ്ടായിന്. ഞാനും മുന്നേ പിന്നെ എല്ലാരും ഞങ്ങൾ ആദ്യം എടക്കര മൈജിയിലാണ്. പിന്നെ ഞാന് ഞാൻ പിന്നെ ഞാൻ പിന്നെ ഇവിടുന്ന് മാറി. അതായത് ഞാൻ പിന്നെ വേറെ സ്ഥലത്തേക്ക് മാറി, വേറെ മൈജിക്ക് മാറി. ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ വേറെ മൈജിക്ക് മാറി. പിന്നെ ഇവര് രണ്ടായി മാത്രമായി ഇവിടെ. പിന്നെ ഇവന് അതിന് ശേഷം ഇവന് അവിടുന്ന് ഇറങ്ങി. പിന്നെ വേറെ ഷോപ്പ് കയറി. ഇപ്പൊ മുന്നേ മാത്രം ഉണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ രണ്ടാളും ഇപ്പൊ പണിന്ന് ഇറങ്ങിട്ടോ. ഞങ്ങളിപ്പോ വീഡിയോ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. യൂട്യൂബ് വീഡിയോ കൊണ്ടുപോണ്. ഇപ്പൊ അങ്ങനെ നടക്കുകയാണ്. ഇപ്പൊ രണ്ടാളും ഇപ്പൊ ഞങ്ങൾ രണ്ടാളും പണിന്ന് ഇറങ്ങി. ഇപ്പൊ മാത്രം ഇവിടെ മൈജിയിലുണ്ട്. ഇനി മൂന്നാമത്തെ എടുത്തോ. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ കമ്മിറ്റഡ് ആണോ? മൂന്നാള് കമ്മിറ്റഡ് ആണോ? അതെ, പറഞ്ഞോ. മൂന്നെണ്ണം കമ്മിറ്റഡ് ആണ്. മൂന്നെണ്ണത്തില് മൂന്നാൾക്കാരും കമ്മിറ്റഡ് ആണ് ഗൈസ്. സത്യം, മൂന്നാൾക്കാരും കമ്മിറ്റഡ് ആണ്. എനിക്കറിയില്ല. പിന്നെ എപ്പോഴൊക്കെ ഒഴിവാക്കിയോ? ഒരു കുട്ടിയില്ല. ചെങ്ങോയല്ല, മറ്റേതാണ്. പിന്നെ ഏതുവരെ പഠിച്ചു? ഏതുവരെ പഠിച്ച മൂന്നാൾക്കാരും +2 ആയിട്ടാണ്. അങ്ങനൊരു അവന്റെ പേര് ഷെഫീക്ക്. അപ്പൊ അത് തീർന്നില്ല. ഞങ്ങളെ ഏട്ടന്റെ ഒപ്പം പഠിച്ചാണ്. ഇവന്റെ ഇന്റെ ഏട്ടനാണ് ഇപ്പൊ. ബെന്റിന് ഒരു ഏട്ടനുണ്ട്. ഓനൊപ്പം പഠിച്ചാണ്. പക്ഷെ ഒരു വയസ്സിന് മാറ്റുള്ളൂ. അതെ 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 അതെ, ഒരു വർഷം കേട്ടോ. ഞാൻ അടുത്തത്, വീഡിയോ എന്താ ഇടാത്ത? വീഡിയോ ഇടാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണ്ടമറി കൊണ്ട് പറയാം. ഞാൻ എന്താ വീഡിയോ ഇടാത്ത എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പം മൈജിയിലാണ്. ഒന്നാമത് ഞങ്ങക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടില്ല. കാരണം ഇപ്പം വർക്കിലായിട്ട് അങ്ങനെ നടക്കും. പിന്നെ ഞങ്ങൾ ഉണ്ടാവും, ഞങ്ങൾക്ക് വേറെ വ്ളോഗും കൂടി ഉണ്ട്. അതും യൂട്യൂബിന്റെ വീഡിയോ, ഇൻസ്റ്റാഗ്രാമിന്റെ വീഡിയോ ഉണ്ട്. അപ്പൊ എല്ലാം കൂടി ആവുമ്പോ എനിക്ക് ലീവ് കിട്ടുന്ന ടൈമിൽ നമുക്ക് ഒഴിവ് കിട്ടില്ല. അപ്പൊ അങ്ങനെ കാര്യം കൊണ്ടാണ് വീഡിയോ എടുക്കാൻ ലേറ്റ് ആവണത്. എന്തായാലും ഉണ്ടാകും. കാരണം മാക്സിമം വീഡിയോ എന്തായാലും ചെയ്ത് നോക്കണം, നിർത്താൻ പറ്റൂലല്ലോ. അപ്പൊ എന്തായാലും വീഡിയോ മുടങ്ങാതെ നോക്കണം. ഇപ്പൊ ഒരു വീഡിയോന്റെ അടുത്താണ് പകുതിയൊക്കെ വെച്ചിരിക്കണ്. കഴിഞ്ഞ മാസം കൈ ഒടിഞ്ഞു. അതിന്റെ ബാക്കി എടുക്കണമെങ്കിൽ കൈ തരാണോ? ആര് ഫസ്റ്റ് കല്യാണം കഴിക്കുന്നില്ല? പിന്നെ മുന്നേ ഈ സൈസും ബോഡിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ആരെ തോന്നുന്നത് പ്രായത്തിന് മുന്നെയാണ് വലുത്. അതെ, പക്ഷെ കല്യാണം കഴിക്കണമെങ്കിൽ വേറെ ആളേക്കാരം. പിന്നെ പ്രോപ്പറായിട്ട് വീട് എവിടെയാണ്? സ്ഥലം എവിടെയാണ്? അതായത് ഞങ്ങള് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ് എന്ന സ്ഥലത്ത്. പോത്തുകല്ല്, ഉപ്പട, ചാത്തമുണ്ടിയാണ് ഞങ്ങൾ രണ്ടാളും. ഇവന്റെ തറവാടും അവിടെ തന്നെയാണ് കേട്ടോ. അത് ഏകദേശം അവിടെ അയലൊക്കെക്കാരാണ്. പിന്നെ ഇപ്പം അവിടുന്ന് പിന്നെ നാട്ടിൽ എന്തോ ഇഷ്യൂ ഉണ്ടായപ്പോ ഇവനെ അവിടുന്ന് തട്ടി. ഇതൊക്കെ ഏതാ സ്റ്റോറി? ഇവന്റെ പേരെന്താ പറയാ? മുന്ന. ആ മുന്നുള്ള പേരിലുണ്ട് എല്ലാം. എമ്പുരാൻ പടം കണ്ടില്ലേ? മുന്നേണ ഇല്ല. ഞങ്ങളെ ഇവന് മാത്രമുള്ള ആ പേരുള്ളത്. പക്ഷെ അല്ല ഗൈസ്,
അപ്പൊ വില്ലനുണ്ടോ സംഭവം ആണല്ലോ ഇവനെ അവിടുന്ന് ഇവര് വീട് മാറിയപ്പോ ഇവര് വാടകയ്ക്ക് നിക്കണം. അപ്പൊ അവിടുന്ന് കുറച്ചുകൂടി പോയത് ഏകദേശം 2-3 കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പൊ വേറെ വീട്ടില് വാടകയ്ക്ക് നിൽക്കാണ് ഇപ്പൊ ഞങ്ങൾ രണ്ടോളം ഇപ്പൊ നാട്ടിൽ തന്നെ. ഇപ്പൊ പുതിയ വീട് വെച്ചോണ്ടിരിക്കാണ്. അതെ പഞ്ചായത്തിന്റെ കേട്ടോ, പഞ്ചായത്തിന്റെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഷ്ടമുള്ള പരിപാടി എന്താ? ഇഷ്ടമുള്ള പരിപാടിയാണ് ഹോബി. വെറുതെ ഇറങ്ങിയാലേ ഫുഡ് മുന്നൊക്കെ ഫുഡ് മുന്നൊക്കെ ഫുഡ്. എടാ എന്റെ കാര്യം പറയോ? ഞാൻ ഒരു കാര്യം പറയാം, മുന്നേ പെരിയിലില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ നോക്കിയാൽ മതി. കറക്റ്റാണ്, ഏതെങ്കിലും ഹോട്ടലിൽ നോക്കിയാൽ മുന്നേ കാര്യത്തിൽ അതാണ്. ഞങ്ങളെ കാര്യത്തിലാണെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങൾ പെരിയിലുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മമാന്റെ ഉമ്മാന്റെ പിന്നാലാണ്. കാരണം വീട് എടുത്തിറക്കി വരാം. ഇതൊക്കെ തന്നെ ഹോബി. ഇതൊക്കെ തന്നെ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ഹോബി ഒന്നുമില്ല. പെണ്ണിനെ ആരോ ഫുഡിനെ അല്ലട്ടോ റീൽ എടുക്കാത്ത പരിപാടി വീഡിയോ. അതെ 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 മനസ്സിലായി. നിങ്ങളെങ്ങനെ ഒന്നായത്, അതായത് ഫ്രണ്ട്സ് ആയത്? അതായത് എന്റെ വലിയ കാണുമ്പോ പഠിച്ചു തോറ്റു. എവിടെ തോറ്റി? ആ സ്ഥാനത്തേക്ക് ഞാൻ വന്നു. അങ്ങനെ ഇവരും തോറ്റു, പിന്നെ ഇവരും തോറ്റു. പക്ഷെ ഏറ്റവും തോൽവി വരാട്ടോ 6 വിഷയത്തിൽ 5 പൊട്ടിക്കണേ. ഞാൻ 2 ഇപ്പൊ എനിക്ക് 3 വിട്ടുള്ളൂ. ഇച്ചിരി ഞാൻ ഇപ്പൊ 16 ഉറുപ്പിയും കൊടുത്ത് സയൻസിന് പോയി ചേർന്നു. ആരി ഇപ്പം എനിക്കറിയാം സയൻസ് ആണ്. പാലയമാടേ സയൻസ് ആണ്. സയൻസ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടണ ഇതാണ്. എന്നിട്ടും പൊട്ടി. ഇന്നെ കൊണ്ടുപോയി സീറ്റ് ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ പറഞ്ഞു. ഇന്നെ കൊണ്ടുവന്ന് ഉമ്മ കൊണ്ടുപോയി 16 റുപ്യ വേഗം കൊടുത്തും ചെയ്തു, കണ്ട് ചേർത്തും ചെയ്തു. സയൻസിനെ 16 റുപ്യ കൊണ്ടിട്ടാണ് എന്നെ കൊണ്ട് ചേർത്തില്ല. അതിന്റെ പോലെ ഇതറിയില്ല. ഏതാ ആൻസർ അറിയണ്ടേ? ഇവരെ അതും അറിയില്ല. അപ്പൊ ഇംഗ്ലീഷും അറിയില്ല, മലയാളം അറിയില്ല, ഏത് വായിച്ചറിയില്ല. എല്ലാ ലെവലാണ്. ഇംഗ്ലീഷ് ലെവല്, മലയാളം ലെവല്. ഞങ്ങള് പരിചയപ്പെട്ട എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നാട്ടിൽ തന്നെയാണല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഇപ്പം ഞങ്ങളെ വലിയ ആക്കാണ്ടപ്പോ നടന്നീനെ. പിന്നെ ഓന് പിന്നെ പണിക്കൊക്കെ പോലെ തുടങ്ങിയപ്പം ഇപ്പം പണിക്കൊന്നും പോലെ. അപ്പൊ അപ്പൊ ഞങ്ങള് നാട്ടിലിങ്ങനെ പണിയെടുക്കാക്കണ ഞങ്ങള് ചെക്കന്മാര്, ഞങ്ങൾ ചെറിയ ചെക്കന്മാരുണ്ടല്ലോ. അപ്പൊ ഇവനാണ് അവിടുത്തെ മൂത്തേക്കം വലിയ. അപ്പൊ അങ്ങനെ ഇവനായിട്ട് കമ്പനിയായി. അതായത് ഞങ്ങളെ വലിയമ്മയൊക്കെ പറഞ്ഞു ഓന്റെ ഒപ്പം നടന്നു വലിയ ആക്കണല്ലേ അന്തം വെച്ചോളും പറഞ്ഞു. അന്തം പോയി എന്നല്ലാതെ അളിയന്റെ വിട്ടപ്പോ എല്ലാം അന്തം കൂടി പോയി. അതാണ് ഉണ്ടായത്. ഇത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഗൈസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് എത്ര ഇടുന്നത്? കൊറേ ഡൗട്ട് ചോദിക്കാണ്ടോ. നിങ്ങളുടെ റിയൽ നെയിം ആൻഡ് ഫുൾ നെയിം എന്താണ്? അതായത് 2 ഫസൽ ആയതുകൊണ്ടായിരിക്കാം ചോദിച്ചത്. അതായത് ഇന്റെ പേര് അറിയുന്നത് ഫസൽ സുബ്ഹാൻ. അതായത് ഫസൽ സുബ്ഹാൻ എന്നാണ്. ഫസൽ സുബ്ഹാൻ എന്നാണ് എന്റെ പേര്. അത് നമ്മളെ SLC-ലൊക്കെ എഴുതിയപ്പോ, അതായത് സ്കൂളിൽ നിന്ന് എഴുതിയപ്പോ ഫസൽ ലുൽ എന്നാക്കി. ടീച്ചർമാർ ഒരു ലുല്ലിട്ട് ഫ്രീ ആയിട്ട് തന്നു, ലുല്ല്. അപ്പൊ ഞാൻ അതുകൊണ്ട് കിടക്കാണ്. ഞാൻ ഫസൽ ലുൽ സുബ്ഹാന്. ഇപ്പൊ ഞാന് ഫസലു റഹ്മാന്. ഇപ്പൊ വെറും ഫസൽ റഹ്മാൻ ആയിക്കണേ. എങ്ങനെ ആയത് എനിക്കറിയില്ല, പക്ഷെ ഫസലു റഹ്മാനാണ് പേര്. എന്റെ പേര് മുന്നാ റസൽ. റസലേനി പിന്നെ റസലായി. റസലായില്ലേ? ആദ്യത്തെ പേര് ഇപ്പൊ എന്തിനാണ്? 10ാം ക്ലാസ്സിന്റെ മുമ്പ് എന്താണ് മറ്റേ അബ്ദുൽ വഹബിൻ. വഹാബല്ല വഹബ്. പിന്നെ എങ്ങനെയൊക്കെയോ മുന്നാ റസലായി. മറ്റേ ജനറൽ സർട്ടിഫിക്കറ്റിലൊക്കെ അതിന് അബ്ദുൽ വഹാബോ? വഹാബല്ല വഹബ്. അബ്ദുൽ വഹബ് മുന്ന അതല്ല പേരാണല്ലോ. മുന്നേ രസണ്ട് പിന്നെയും അബ്ദുൽ വഹബ് മുന്നാന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ ഇത്രയും കളിയാക്കിട്ടേ. വഹാബല്ല വഹബ്. എനിക്ക് ചെയ്തിട്ട പേര് വഹബ്. എനിക്ക് മുന്നാന്ന് തന്നെ ചേരുള്ളൂ. സത്യം. പന്നി മുന്നിട്ടില്ലേ? മൊണ്ണ മുന്ന പന്ന മൊണ്ണ ഒക്കെ ചേരും. സെറ്റാണ്. ഇതൊക്കെയാണ് നമ്മളെ പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ അറിയണത്. ഇനിയിപ്പോ നമ്മളെന്നത്തെ പരിപാടി എന്താ? ഇന്നിപ്പോ എന്താ മുടിയിട്ടാ ഇതൊക്കെ ഒന്നും ശരിയാക്കണം. മുടിയൊക്കെ ഒന്ന് ശരിയാക്കണം. എന്താവും എന്തോ. ഞങ്ങളിപ്പോ ഞങ്ങളെ പെരപ്പണി അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ഞങ്ങൾ ഇപ്പം വിളിച്ചു വരുത്തിയതാണ്.
പെരപ്പേരൊക്കെ പിന്നെയും പണിയാ മുടി വെച്ചിട്ട് വിളിച്ചെത്തിയതാണ് ഇപ്പൊ. ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കണം. പൈസ ഇന്ന് മുന്നേ ചെലവാട്ടോ. അപ്പൊ അതൊക്കെ തന്നെയുള്ള നമ്മളെ പ്രത്യേകിച്ചില്ല കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ നമ്മള് വീഡിയോന്റെ കേസ് എന്തായാലും നമ്മൾ പരിഗണിക്കുന്നതാണ്. കാരണം നമ്മള് വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായാലും എടുക്കും. കാരണം ഇപ്പൊ കുറച്ച് തിരക്കിലാണ്. എന്തായാലും ഇതൊന്നതായിട്ട് നമ്മൾ ചെയ്യില്ലേ ഒരു ഇപ്പൊ എടുത്തെടുക്കണം. ഈ ലീവ് ഇട്ടില്ലല്ലോ, നീ വ്യാഴ്ച ലീവ്. അതെ, വ്യാഴ്ച എടുക്കണം. എന്തായാലും റീൽസും കാര്യങ്ങളും പെട്ടെന്നുണ്ടോ. അതായത് ഞങ്ങൾ ആദ്യം നല്ല കുറച്ച് കേറി വരുന്ന ടൈമിലാണ് അത് ഫ്ലോപ്പ് ആയത്. അതായത് ഞങ്ങള് 3 ബൈക്കായത്, 3 സ്റ്റോറായി, 3 സ്റ്റോറായി. അവിടെയാണ് പേച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങള് ഷോപ്പില് ഞാൻ നടുവില് അങ്ങട്ട് അങ്ങട്ട് മുന്നേ അവിടെ തന്നെ ഞാൻ അപ്പുറത്തേക്ക് അങ്ങനെ പോയി. മാറിയ ലീവ് ഇട്ടതൊക്കെ വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് ഞങ്ങള് വേറെ ഷോപ്പ്. കാരണം ഇവിടുന്ന് ആകുമ്പോ ആഴ്ചയിൽ ഒരു ലീവ് തരുള്ളേ. അന്ന് തന്നെ എന്നിട്ട് നമ്മള് 2 റീൽസ് സെറ്റ് എടുക്കും. ഒരാഴ്ചയിൽ 2 റീൽസ് ഇട്ടോണ്ട് ഞങ്ങള് ഒരു വർഷത്തിൽ 18. ഒരു വർഷത്തിൽ അതാണ് ഇപ്പത്തെ അവസ്ഥ. ഈ കൊല്ലം 1 ഇക്കൊല്ലം ആകെ 1 എന്തല്ലേ. സക്സസ് ആണ്, പക്ഷെ ബാക്കി എടുക്കണ്ടേ? ബാക്കി എടുക്കണം. എന്തായാലും നോക്കണ്ട് ഇൻഷാല്ലാ. അപ്പോ ഗൈസ്, അപ്പൊ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതൊരു എല്ലാവർക്കും ബൈ ഗൈസ്. കാറിലങ്ങനെ ഇരിക്കല്ലേ, എന്താ ചൂട് ഗൈസ്. സംഭവം ഇതിന്റെ വേറൊരു കാര്യം കൂടി പറഞ്ഞോ. ഈ കാർ നമ്മളല്ല കേട്ടോ, ഇത് മൈജീത്തെ ബിൽഡിംഗ് ഓണറിന്റെ ആരതോ ആണ് ഈ കാറ്. അപ്പൊ ഞങ്ങൾ വീടെടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇതിനോട് കയറി തന്നെ. ഇതൊക്കെ എസിയും കൂടി ഇടാനാണല്ലേ ഗൈസ്. കാർ ഓട്ടാനാണല്ലേ എസിയും കൂടി. ഇതൊക്കെ ഡ്രൈവിംഗ് സീറ്റ് കയറിയാണ്. കാർ ബുക്ക് ചെയ്ത് ആൾക്കും കാർ ഓട്ടാൻ അറിയില്ല. കാർ ബുക്ക് ചെയ്ത് ഏതാ കാറാ ബുക്ക് ചെയ്താ പറയാ? അത് സസ്പെൻസ് ആണ്. നമുക്ക് ചുട്ടിട്ട് നോക്കിയ വേർത്തുകള് ഞങ്ങള് നോണറിയില്ലോ. വേർത്തുകള് എ സി ഇടാനും കൂടി അറിയില്ല. നമുക്ക് ഇങ്ങനെ കാട്ടണോണ്ട് അറിയാം. എന്തായാലും ഞാൻ ഇതിനോട് പറഞ്ഞേ, ഈ ക്യൂ എന്നെ കഴിയാൻ വേണ്ടി ഞങ്ങൾ ഇതിനോട് കയറി കുത്തിരുന്ന. അത് കഴിഞ്ഞു വേറെ എനിക്ക് ചൂടെടുക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ കാണാം. റെക്കോർഡാണോടേ? ഇതൊന്ന് പിടിച്ചടാ. അടുത്തടാ.